പ്രേതങ്ങളെ കാണാൻ ആ പെൺകുട്ടിക്ക് ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. പക്ഷെ തന്റെ ആ കഴിവ് മൂലം വേറെ പ്രശ്നങ്ങളൊന്നും ലൈഫിൽ ഉണ്ടാവരുതെന്ന രീതിക്ക് അവൾ അത് മാക്സിമം കണ്ടില്ല കേട്ടില്ല എന്ന രീതിക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ അവസാനം അവൾക്ക് ഒരു വലിയ പ്രശ്നം ആ ഒരു കാര്യം കാരണം തന്നെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആരാണ് അവൾ, എന്താണ് അവൾക്ക് അവിടെ സംഭവിച്ചത് എന്നതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ് 2025 റിലീസായ മെറിക്കോ ചാൻ എന്ന ഒരു ജാപ്പനീസ് ഫാന്റസി കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയ മൂവീസിലൂടെ കാണാനായി പോകുന്നത്. വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോയ്ക്ക് ഹൈപ്പ് കൊടുത്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ നമ്മൾ വാട്സ്ആപ്പ് ചാനൽ ഒരെണ്ണമുണ്ട്, അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. വാട്സ്ആപ്പ് ഉള്ള ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥ തുടങ്ങുന്നത് ഒരു ക്ലാസ് റൂം കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ കഥാനായികയായ മീക്കോയും അവളുടെ സുഹൃത്തായ ഹാനയും അറ്റൻഡൻസ് എടുക്കാനേ ഇരിക്കുകയാണ്. ഈ ടീം മീക്കോ എണ്ണി 30 കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഹാന 30ഓ 29 പേരല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ടീം. അപ്പോഴാണ് മീക്കോ ഒന്ന് ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്യുന്നത്. ആ ടീം അവൾ 30ാമതായി കൗണ്ട് ചെയ്ത സ്റ്റുഡന്റ് ആക്ച്വലി ഒരു മനുഷ്യനായിരുന്നില്ല, അതൊരു പ്രേതമായിരുന്നു. അബദ്ധം മനസ്സിലാക്കുന്ന മീക്കോ ഒന്നുകൂടെ കൗണ്ട് ചെയ്ത് ആ ഒരു പ്രേതത്തെ അവിടെ കണ്ടതേ ഇല്ല, അതിനെ കൗണ്ട് ചെയ്യാത്ത കണക്ക് ആ ശരിയാ ഞാൻ കൗണ്ട് ചെയ്തപ്പോ തെറ്റിപ്പോയതാ 29 പേരേ ഉള്ളൂ എന്ന് അവിടെ പറയുന്നുണ്ട്. മിക്കയ്ക്ക് പ്രേതങ്ങളെ കാണാനുള്ള ഒരു പവർ ഉണ്ട്. പക്ഷെ പ്രേതങ്ങളെ കണ്ട് പ്രശ്നത്തിലാവരുതെന്ന രീതിക്ക് പ്രേതങ്ങളെ കാണുമ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് അവൾ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായത് പ്രേതങ്ങളെ കാണുന്ന ടീം അവരെ അങ്ങനെ കണ്ട് പേടിക്കാതെ വലിയ കാര്യമായിട്ട് സംസാരിക്കാതെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഓടിച്ചു വിടാൻ നോക്കണമെന്നതായിരുന്നു. തുടർന്ന് അവൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴേക്കും ഒരു കൊച്ചു പയ്യന്റെ പ്രേതത്തെ കാണുന്ന ടീം അത്രയും നേരം പ്രേതങ്ങളെ കാണുമ്പോൾ എങ്ങനെയൊക്കെ പെരുമാറണമെന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന അവൾക്ക് അതിനുള്ള ധൈര്യമേ കിട്ടുന്നില്ല. അവൾ ആകെ പേടിച്ച് അവിടെ നിന്ന് ഓടുമ്പോഴേക്കും ആ ഒരു പ്രേതം തിരിച്ച് അവളുടെ പുറകിന് ഓടുന്നുണ്ടായിരുന്നു. തിരിച്ചതിനോട് ദേഷ്യപ്പെട്ടൊക്കെ അവൾ ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ടെങ്കിലും ആ പ്രേതം അവളെ തന്നെ ഫോളോ ചെയ്ത് വരുമ്പോൾ സർവ്വശക്തി എടുത്ത് അവൾ അങ്ങനെ വീട്ടിലേക്ക് ഓടുന്നു. തുടർന്ന് ഒരുവിധം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തി കുക്ക് ചെയ്യുന്ന ടീം പ്രേതങ്ങളെ കണ്ടാൽ എന്ത് റിയാക്ട് ചെയ്യണം എന്നതിനെ പറ്റി ഒരു വീഡിയോ അപ്പോൾ മീക്കോ കാണുകയായിരുന്നു. ആ ടീം പ്രേതങ്ങളെ കണ്ടാൽ കാണാത്ത കണക്ക് ഇഗ്നോർ ചെയ്യണം, നിങ്ങളെങ്ങാനും ബഹളം വെച്ച് ആ പ്രേതത്തിന് നിങ്ങൾ അതിനെ കണ്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളെ പിന്തുടർന്ന് വീട്ടിലേക്ക് വരാനും സാധ്യതയുണ്ടെന്ന് കേൾക്കുമ്പോൾ ഒന്ന് പേടിയാവുന്നുണ്ടോ, ഞാൻ അതിനെ കണ്ട് ബഹളം വെച്ചിരുന്നല്ലോ, അതിപ്പോ എന്നെ ഫോളോ ചെയ്ത് വീട്ടിൽ വന്നിട്ടുണ്ടാവുമോ എന്ന് പേടിച്ച് അവൾ ചുറ്റിനും നോക്കുമ്പോഴേക്കും പറഞ്ഞ കണക്ക് തന്നെ ആ കുട്ടി പയ്യന്റെ പ്രേതം അവളുടെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ പക്ഷെ അതിനെ ഇത്തവണ പേടിച്ച് ബഹളം വെച്ച് വീണ്ടും അട്രാക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. കാണാത്ത കണക്ക് ആ വീഡിയോയിൽ പറഞ്ഞ കണക്ക് ഇഗ്നോർ ചെയ്ത് നിൽക്കാണ്. അങ്ങനെ അടുത്ത ദിവസം മീക്കോ സ്കൂളിലേക്ക് പുറപ്പെടുമ്പോഴേക്കും ആരോ അവളെ ഫോളോ ചെയ്ത് വരുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പ്രേതമായിരിക്കും എന്ന് കരുതി അവൾ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് മാക്സിമം പോകാൻ നോക്കുന്നുണ്ടെങ്കിലും പിന്തുടർന്ന് വരുന്ന അയാൾ അവളെ പിടിച്ചു നിർത്തി ഇത് കയ്യിൽ നിന്ന് താഴെ വിടും പോലും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് അവളുടെ കീ ചെയിൻ എടുത്ത് കൊടുക്കുമ്പോഴാണ് അവൾ മനസ്സിലാക്കുന്നത് അവൾ കരുതിയ കണക്ക് അതൊരു പ്രേതമായിരുന്നില്ല, മറിച്ച് അവളുടെ കയ്യിൽ നിന്ന് കീ ചെയിൻ താഴെ വീണത് കണ്ട് എടുത്തു കൊടുക്കാൻ വന്ന ഒരു അപ്പൂപ്പനായിരുന്നു എന്ന്. അപ്പൊ നിങ്ങള് പ്രേതമല്ലേ എന്ന് പറഞ്ഞ് അവളിങ്ങനെ പെട്ടെന്ന് ആ ഒരു തിരിച്ചറിവിന്റെ ഷോക്കിൽ സംസാരിക്കുമ്പോൾ പ്രേതമോ ഞാനോ എന്തീ പറയാൻ പറഞ്ഞ് ആ അപ്പൂപ്പൻ അവളോട് ദേഷ്യപ്പെടുമ്പോഴേക്കും അവൾ അവിടെ നിന്ന് സ്ഥലം വിടുന്നു. അങ്ങനെ അവൾ വേഗം ഇപ്പൊ നടന്ന ആ ഒരു കോമഡി കാര്യം, അതായത് ഒരു മനുഷ്യനെ പോലും പ്രേതം എന്ന് തെറ്റിദ്ധരിച്ച് നടന്ന ആ ഒരു രസകരമായ കാര്യം ആലോചിച്ച് സ്കൂളിലേക്ക് പോകുന്ന ടീം അവിടെ ഹാനയെ കാണാം. ഹാനയെ ഉറക്കെ വിളിക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കി ഹാന ഹായ് കാണിക്കുമ്പോഴാണ് മിക്കോ അത് കണ്ട് ഷോക്കാവുന്നത്. ഹാനയുടെ കൂടെ ഒരു പ്രേതത്തിന്റെ പ്രസൻസ് അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. വേഗം തന്നെ ഹാനയുടെ അടുത്തേക്ക് ചെന്ന് നീ ഇന്നലെ എവിടെയെങ്കിലും പോയിരുന്നോ എന്ന് മിക്കോ ചോദിക്കുമ്പോൾ ഞാനൊരു ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായി പോയിരുന്നു എന്ന് പറയുന്ന ഹാന എന്ത് പറ്റി എന്താ ചോദിച്ചതെന്ന് തിരക്കുമ്പോൾ ഒന്നുമില്ല ജസ്റ്റ് ചോദിച്ചോന്നേ ഉള്ളെന്നേ അവൾ പറയുന്നുള്ളൂ. അങ്ങനെ അതിനുശേഷം വേഗം ഹാന കാണാതെ മിക്കോ വാഷ്റൂമിൽ ചെന്നിരുന്ന് ഓൺലൈനിൽ സെർച്ച് ചെയ്യാണ് പ്രേതത്തിനെ പെട്ടെന്ന് ഓടിക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുകയെന്ന്. അങ്ങനെ ചില കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നവൾ അതിൽ ആദ്യത്തേത് ഉപ്പ് വിതറുക എന്നതാണെന്ന് മനസ്സിലാക്കി. ക്ലാസ്സിൽ ഹാന ഇരിക്കുന്ന ടീം ഹാന ശ്രദ്ധിക്കാതെ അവളുടെ ദേഹത്തേക്ക് കുറച്ച് ഉപ്പ് എടുത്തെറിയാനായി നോക്കുന്നുണ്ടെങ്കിലും കറക്റ്റായി ഹാന ആ ടീം തിരിയുന്നത് കൊണ്ട് തന്നെ ആ ഒരു ശ്രമം അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പോഴും ആ ഒരു പ്രേതത്തിന്റെ പ്രസൻസ് ഹാനയിൽ കണ്ട് മീക്കോ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുകയാണെയോ, എന്റെ ഫ്രണ്ടിന് എന്തെങ്കിലും അപകടം പറ്റുമോ, അവളെ എങ്ങനെ രക്ഷപ്പെടുത്താം എന്നൊക്കെയാണ് മീക്കോ ചിന്തിക്കുന്നത്. അങ്ങനെ പിന്നീട് സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ വരാൻ പോകുന്ന കൾച്ചറൽസുമായി ബന്ധപ്പെട്ട് ചെറിയൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ ഹാനയുടെ തോളിൽ ആ ഒരു പ്രേതത്തിന്റെ കൈ കാണാതെ മീക്കോ അത് പോയോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുമ്പോഴേക്കും അവിടെ അനൗൺസ്മെന്റ് നടക്കുന്നുണ്ട്. വരാൻ പോകുന്ന ഡ്രോയിങ് കോമ്പറ്റീഷന് മുന്നേ ഉള്ള ഒരു സെലക്ഷൻ ഇവിടെ നടക്കാൻ പോവാണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വന്നതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായി. അത് കേട്ടുപാടെ ഹാന അവൾക്ക് നന്നായി പടം വരയ്ക്കാൻ അറിയാം എന്ന ഒരു കോൺഫിഡൻസിൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ടെങ്കിലും അവളാകട്ടെ അതിൽ ഫെയിൽ ആയാണ് തിരിച്ചു വരുന്നത്. അവൾ പോകുമ്പോഴേ മീക്കോയ്ക്ക് അറിയാമായിരുന്നു ഇത് എന്തെങ്കിലും പ്രശ്നമാവുന്നു. കാരണം അവൾ പോകുന്ന ടീം അവളുടെ ദേഹത്ത് ആ ഒരു പ്രേതത്തിന്റെ കൈ വീണ്ടും മീക്കോ കണ്ടിരുന്നു. ഇതേ ടീം ഈ കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്ത് അവിടെ 2 കുട്ടികൾ ഉണ്ടായിരുന്നു. ഒരാളുടെ പേര് അക്കിയോ എന്നും ഒരാളുടെ പേര് യൂറി എന്നുമാണ്. അവരവിടെ ഹാനയെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് നമുക്ക് കാണാം. അത് കാണുമ്പോൾ തന്നെ മീക്കോയെ പോലെ തന്നെ അവർക്കും പ്രേതത്തിനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതേ ടീം മിക്കോ അവിടെ മറ്റൊരു കാര്യം കണ്ട് ഷോക്കാവുന്നു. അവിടെ
ഹാനയുടെ കൂടെയുള്ള ആ പ്രേതമല്ലാതെ മറ്റൊരു പ്രേതം കൂടി ഉണ്ടായിരുന്നു. ആ പ്രേതമായിട്ട് ഇവരുടെ ടീച്ചറിന്റെ തൊട്ടടുത്തിരുന്ന് പ്രഗ്നന്റ് ആയ ആ ടീച്ചറിന്റെ നിറവയറിലേക്ക് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഈ പ്രേതം ടീച്ചറെ അറ്റാക്ക് ചെയ്യുമെന്ന് അത് കണ്ട് വല്ലാണ്ട് പേടിയാവുന്ന മിക്കോ ടീച്ചറിനെ അവിടെ നിന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് വയറുവേദന എടുത്ത് കണക്കുന്നു കരയുമ്പോഴേക്കും ടീച്ചറും ഹാനയും കൂടി അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇതും യൂറിയയും അക്കിയോയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മീക്കോയ്ക്ക് അപ്പൊ പ്രേതത്തെ കാണാൻ സാധിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട് തോന്നുന്ന അവർ അതൊന്ന് ടെസ്റ്റ് ചെയ്യാനായി തീരുമാനിക്കുകയും അത് പ്രകാരം യൂറിയ ചെന്ന് ഹാനയും മിക്കോയും ഉള്ള ടീം ഞാൻ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവരുടെ ഫോട്ടോ എടുക്കുകയും നല്ല ഫോട്ടോ നോക്കിയെന്നും പറഞ്ഞ് അത് അവരെ കൊണ്ടേ കാണിക്കുകയും ചെയ്യുന്ന ടീം ഹാനയുടെ തോളിൽ അപ്പോഴും പ്രേതത്തിന്റെ കൈ ഉണ്ടല്ലോ, അത് ഹാനയ്ക്ക് കാണാൻ സാധിക്കില്ലെങ്കിലും മീക്കോയ്ക്ക് കാണാം. അതുകൊണ്ട് തന്നെ അത് കാണിക്കുന്ന രീതിയിൽ കുറച്ച് സൂം ചെയ്താണ് കാണിക്കുന്നത്. ഇത് കാണുമ്പോൾ മീക്കോയുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് അങ്ങനെ കാണിക്കുന്നതെങ്കിലും മീക്കോ താൻ ഒന്നും കാണുന്നില്ല എന്ന രീതിക്ക് തന്നെ അവിടെ വളരെ കോൺഫിഡന്റ് ആയി അഭിനയിക്കുകയാണ്. യൂറിയ അക്കിയുടെ അടുത്ത് ചെന്ന് അവൾക്ക് അങ്ങനെ പവറൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോൾ ഞാനൊന്ന് അവളോട് പോയി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് അക്കിയോ മിക്കോയുടെ അടുത്തെത്തി ഒരു കാര്യം പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ ഈ കെട്ടിടത്തിൽ ഒരു വലിയ അപകടം സംഭവിച്ചിരുന്നു. അതൊരു കൾച്ചറൽസ് ഡേയുടെ ദിവസമായിരുന്നു. അതിനുശേഷം കൾച്ചറൽസ് ഡേയുടെ അന്ന് ഒരുപാട് പ്രേതാത്മകൾ ഇവിടെ വരാറുണ്ട്. അല്ലാത്തപ്പോഴും ആ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ടെങ്കിലും ആ ദിവസം അത് വളരെ കൂടുതലാണെന്നെല്ലാം പറഞ്ഞ് അക്കിയ പോകുമ്പോ തന്നോട് ഒരു ബന്ധമില്ലാതെ ഇയാൾ എന്തിനിപ്പോ ഇതൊക്കെ വന്ന് സംസാരിക്കുന്നത്? ഒരുപക്ഷെ ഇനി തനിക്ക് പ്രേതങ്ങളെ കാണാൻ സാധിക്കും എന്ന വല്ല ഡൗട്ടും തോന്നിയിട്ടാണോ? എങ്കിൽ ഒരിക്കലും അത് ആർക്കും മനസ്സിലാവരുത്. താൻ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി പെരുമാറണം എന്ന് മിക്കോ തീരുമാനിക്കുന്നു. എന്തെങ്കിലും വന്ന് മിക്കോ ഹാനയ്ക്ക് ഒരു മന്ത്രങ്ങൾ ജപിച്ച ബ്രേസ്ലെറ്റ് നൽകുന്നുണ്ട്. ചുമ്മാ ഒരു ഗിഫ്റ്റ് എന്ന രീതിക്കാണ് മിക്കോ അത് നൽകുന്നതെങ്കിലും അത് ഹാന എടുത്ത ഉടനെ തന്നെ ആ ബ്രേസ്ലെറ്റ് പൊട്ടി മുത്തെല്ലാം താഴെ വീഴാണ്. ആ പ്രേതത്തിന്റെ പണിയാണ് ഈ ബ്രേസ്ലെറ്റ് പൊട്ടിയതെന്ന് മിക്കോയ്ക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഹാനയ്ക്ക് അതൊന്നും പിടുത്തം കിട്ടില്ല. അയ്യോ ഇത് പൊട്ടിപ്പോയില്ലോ എന്ന് ഹാന പറയുമ്പോൾ ആ സാരയില്ല, വേറെ ഞാൻ മേടിച്ചു തരാന്ന് മിക്കോ പറയുന്നു. അപ്പോഴേക്കും കുറച്ചു മാത്രമായി അത്രയും നേരം കണ്ടിരുന്ന ആ ഒരു പ്രേതത്തിന്റെ കൈ കുറച്ചുകൂടെ ഹാനയെ കവർ ചെയ്യുന്ന കണക്ക് കാണുമ്പോൾ മിക്കോയ്ക്ക് വല്ലാണ്ട് പേടിയാവുന്നുണ്ട്. അവൾ അതുകൊണ്ട് തന്നെ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന ടീം നേരെ വീട്ടിലേക്ക് പോവാതെ ഒരു ആരാധനാലയത്തിലേക്ക് ഹാനയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവിടെ ഇവർ ഒരു ആർച്ച് വഴി അകത്തേക്ക് കയറുമ്പോൾ തന്നെ ആ ഒരു പ്രേതം ഹാനയുടെ കയ്യിൽ നിന്ന് മാറി വെളിയിൽ നിൽക്കുന്ന കാഴ്ച മിക്കോ കാണുന്നു. അവൾക്ക് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. ഒരുവിധം അതിനെ അടുത്തുനിന്ന് മാറ്റാൻ പറ്റിയല്ലോ എന്ന്. എന്നിട്ട് വേഗം തന്നെ വന്ന വഴി തിരിച്ചു പോവാതെ മറ്റൊരു വഴിയിലൂടെ ഹാനയും മിക്കോ അവിടെ നിന്ന് പ്രാർത്ഥിച്ച ശേഷം മടങ്ങുകയാണ്. അങ്ങനെ എന്തായാലും അടുത്ത ദിവസം സ്കൂളിലേക്ക് ഇവർ എത്തുമ്പോഴേക്കും അവിടെ ഒരു ആംബുലൻസും കുറച്ച് ആൾക്കൂട്ടം ഒക്കെ കണ്ട് പേടിച്ച് എന്ത് പറ്റിയെന്ന് ചെന്ന് നോക്കുമ്പോൾ മറ്റു ടീച്ചറിലെ പ്രഗ്നന്റ് ആയിരുന്ന ടീച്ചർ പുള്ളിക്കാരിയെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവരുടെ വയറിന് ചുറ്റുമായി ഒരുപാട് കൈകൾ കണ്ട് അപ്പോഴേക്കും മിസ്സിനെ ഈ ആത്മാക്കള് അറ്റാക്ക് ചെയ്യാണോ എന്ന് മിക്കോ ആകെ പേടിക്കുമ്പോഴേക്കും അക്കിയോ അടുത്ത് തന്നെ നിപ്പുണ്ടായിരുന്നു. അവളുടെ ഈ ഒരു പേടി കണ്ട് കാര്യം മനസ്സിലാക്കുന്നവൻ പേടിക്കേണ്ട, അത് ദുരാത്മാക്കളല്ല, ആ മിസ്സിന്റെ ഗാർഡിയൻ സ്പിരിറ്റ്സ് ആണ്, അവർ മിസ്സിനെ കാത്തോളൂ എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോൾ അത് കേട്ട് അവൾക്ക് ആശ്വാസം ആകുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾക്ക് ഈ പ്രേതത്തെ കാണാനുള്ള ശക്തിയുടെ കാര്യം അവന് വ്യക്തമായി എന്നത് അവൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. എന്തായാലും പിന്നീട് ക്ലാസ്സിലെ കുട്ടികളെല്ലാം ഇരുന്ന് വരാൻ പോകുന്ന കൾച്ചറൽസിന് ഇവരെന്താണ് ഗ്രൂപ്പായി ചെയ്യാൻ പോകുന്നത് എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ഹോണ്ടഡ് ഹൗസ് സെറ്റപ്പിന്റെ കാര്യങ്ങൾ ഏറ്റെടുക്കാം എന്ന രീതിക്ക് അവർ തീരുമാനിക്കുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ പ്രിൻസിപ്പൽ സാർ എത്തി. മുന്നേ കൊണ്ടുപോയ ടീച്ചർ ഇപ്പോ ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കുന്നു, ഒരു ബേബി ബോയ് ആണ് ഉണ്ടായിരിക്കുന്നത്, അവർ ഹെൽത്തിയാണ്, സേഫ് ആയിട്ടിരിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അറിയിക്കുമ്പോൾ ഇവരുടെ ക്ലാസ് ടീച്ചറാണ് ആ മിസ്. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും ആ മിസ് ഇനി കുറച്ച് നാൾ ലീവ് ആയിരിക്കുമല്ലോ. അപ്പോഴേക്കും ഇവരുടെ ക്ലാസിന്റെ കാര്യങ്ങൾ നോക്കാനായി പുതിയൊരു സാർ ചാർജ് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് സെൻ എന്നാണ്. ആ സാറിനെ ഇപ്പോൾ ക്ലാസ്സിൽ കൊണ്ടുവന്ന് പ്രിൻസിപ്പൾ പരിചയപ്പെടുത്തുമ്പോൾ പുള്ളിക്കാരൻ നല്ല ഹാൻസം ആണ്, ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ പെമ്പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി തുള്ളിച്ചാടി ഇരിക്കുമ്പോഴേക്കും മിക്കോ ആകെ പേടിച്ച കണക്കിരിക്കുകയാണ്. കാരണം സാറിന്റെ പിറകുവശത്തായി അവൾക്ക് ഒരു പ്രേതത്തെ അപ്പോഴേക്കും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തോ വലുത് വരാൻ പോകുന്നു എന്ന് അവൾക്ക് ആകെ പേടിയാവുന്നു. അങ്ങനെ പിന്നീട് ആ ഒരു ഹോണ്ടഡ് ഹൗസിന്റെ സെറ്റപ്പിന് വേണ്ടി പ്രേതത്തിന്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ച് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ആ ഒരു ചിത്രങ്ങൾക്കിടയിൽ മറ്റാരും കാണാത്ത കുറെ റിയൽ പ്രേതാത്മാക്കളെ മിക്കോയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അവൾ വളരെ കഷ്ടപ്പെട്ട് ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന രീതിക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും പിന്നീട് ഒരു സംഭവം നടക്കുന്നുണ്ട്. അന്ന് ആരാധനാലയത്തിന്റെ അവിടെ പോയ ശേഷം ഹാനയുടെ ദേഹത്തുണ്ടായിരുന്ന പ്രേതം മാറിയിരുന്നെങ്കിലും ഇപ്പോ സെൻസാറിന്റെ അടുത്തുള്ള ആ ഒരു പ്രേതം സാറിൽ നിന്ന് മാറി ഹാനയെ അറ്റാക്ക് ചെയ്ത കാഴ്ച മിക്കോയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രേതം അവളെ പതിയെ കംപ്ലീറ്റ് ആയി ഇങ്ങനെ കവർ ചെയ്യുന്ന കണക്കാവുകയാണ്. ഇവർ ഒന്നിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ പോലും പ്രേതമാണ് അവളെ കൂടുതൽ കവർ ചെയ്ത് നിൽക്കുന്നത്. ഇതൊക്കെ കണ്ട് പേടിക്കുന്ന മിക്കോ ഹാന കൂടുതൽ വീക്കായി വരികയാണ് എന്നതും മനസ്സിലാക്കി അവളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിച്ച് അന്നും ആരാധനാലയത്തിന്റെ അവിടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ കണക്ക് ശാന്തയായി ആ ഒരു സ്ഥലത്തേക്ക് കയറാനൊന്നും ഹാനയ്ക്ക് സാധിക്കുന്നില്ല. അവൾ ഒരു വിധത്തിൽ അവിടേക്ക് കയറാതെ മിക്കോയെ തള്ളിയിട്ട് ഓടിപ്പോവാണ്. വേറെ വഴിയില്ലാതെ മിക്കോയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിൽ അപ്പോഴും ആ കുട്ടിപ്പയ്യന്റെ പ്രേതം ഉണ്ടായിരുന്നു. അത് അവളുടെ അടുത്തെത്തി എന്നെ നീ കാണുന്നില്ലേ എന്നിങ്ങനെ അടുത്തെത്തി ചോദിച്ചോണ്ടേ ഇരിക്കുമ്പോൾ ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഹാനയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് മിക്കോയ്ക്ക് ഒരു സമാധാനമില്ല. അതിന്റെ ഇടയിൽ ഇതിനെയും കൂടി എങ്ങനെ എന്ന രീതിക്ക് അവൾ ഒട്ടും തന്നെ അതിനെ മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയാണ്. അടുത്ത ദിവസം സ്കൂളിലേക്ക് പോകുവാൻ തയ്യാറെടുപ്പ് നടത്തുന്ന മിക്കോ അപ്പോഴും എങ്ങനെ ഹാനയെ രക്ഷപ്പെടുത്തും എന്ന ചിന്തയിൽ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ്. ആ ടീം അച്ഛൻ അവളുടെ അടുത്തേക്ക് എത്തി എന്ത് പറ്റി, മുഖത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അന്ന് മിക്കോ സ്കൂളിലേക്ക് ചെല്ലുമ്പോഴേക്കും
വിളിക്കുമ്പോഴേക്കും പക്ഷെ ഹാന എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇവളെന്താ വരാത്തതെന്ന് ചിന്തിച്ച് കുറെ മെസ്സേജ് ഒക്കെ അയച്ച് നോക്കുന്നുണ്ട് മിക്കോ, എങ്കിലും ഒരു റിപ്ലൈ വന്നിരുന്നില്ല. എന്തായാലും രാവിലെ അറ്റൻഡൻസ് എടുക്കാനായി വരുന്ന സെൻസാർ ഹാന വരില്ല, വീട്ടിൽ നിന്ന് അറിയിച്ചിരുന്നു, അവൾക്ക് എന്തോ പനിയും കണ്ടാണെന്ന കാര്യമോടെ പറയുന്നുണ്ട്. തുടർന്ന് ബ്രേക്ക് ടൈം ആവുമ്പോഴേക്കും ഹാനയുടെ അമ്മയെ മിക്കോ വിളിക്കുമ്പോഴാണ് ഹാനയുടെ കണ്ടീഷൻ കുറച്ച് സീരിയസ് ആണ്. ആകെ പേടിയാവുന്നവൾ അക്കിയോടും യൂറിയോടും ചെന്ന് എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാം, കാരണം അവർക്കല്ലേ തന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു തോന്നുന്നില്ല. വേഗം അവരുടെ അടുത്തേക്ക് നിന്ന് ഹാനയെ രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറയുമ്പോൾ അവൾക്ക് ഇവർ മുന്നേ ചോദിച്ചപ്പോഴൊന്നും സമ്മതിക്കാതിരുന്ന ഇവൾക്ക് പ്രേതത്തെ കാണാൻ സാധിക്കുമെന്ന ഒരു കാര്യം അവിടെ അങ്ങനെ സമ്മതിക്കേണ്ടി വരുന്നുണ്ട്. എന്തായാലും ആ ടീം ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നവർ ഹാന വളരെ പോസിറ്റീവ് വൈബുള്ള ഒരു പെൺകുട്ടിയാണ്, അതുകൊണ്ടാണ് അവളെ കൂടുതലായി പ്രേതങ്ങൾ അട്രാക്ട് ചെയ്ത് വരുന്നത്. ഇപ്പോൾ നല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് ഒരേ ഒരു ലൈറ്റ് മാത്രം തെളിഞ്ഞു കിടന്നാൽ ആ ലൈറ്റിന് ചുറ്റിനും കുറെ പ്രാണികൾ കൂടില്ലേ, ചുരുക്കി പറഞ്ഞാൽ അതേ ഒരു അവസ്ഥ. പിന്നെ ഈ പ്രേതങ്ങള് അട്രാക്ട് ചെയ്ത് വരുന്ന ആ ഒരു ബോഡി ഇഷ്ടം പോലെ എനർജി കൺസ്യൂം ചെയ്യും, അതുകൊണ്ടാണ് എപ്പോഴത്തേനേക്കാളും വല്ലാത്ത വിശപ്പും ക്ഷീണവും ഒക്കെ അവർക്ക് അനുഭവപ്പെടും. അങ്ങനെ ഇത് കുറെ നാള് തുടർന്നുകൊണ്ട് പോയാൽ വയ്യാണ്ടായി അവർ വല്ലാണ്ടായി പോവും, മരണം പോലും സംഭവിക്കും എന്ന കാര്യം ഇവിടെ ഇവർ പറയുമ്പോൾ മീക്കോ പേടിക്കുന്നുണ്ട്. ഹാനയെ രക്ഷപ്പെടുത്തണമെന്ന് അവൾ ആവശ്യപ്പെടുമ്പോൾ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന പ്രേതമാണ് ഹാന ഇപ്പോൾ അറ്റാക്ക് ചെയ്തതെന്ന കാര്യം കൂടി അവൾ പറയുന്നുണ്ട്. ആ ടീമാണ് സാറിന്റെ കൂടെ ഒരു പ്രേതത്തെ ഇവരും സെൻസ് ചെയ്യുന്നത്. ഒരു സ്ത്രീയുടെ ആത്മാവാണ്, സാറിന്റെ കാര്യത്തിൽ വളരെ പൊസസീവ് ആയ ഒരു ആത്മാവാണ്. ഒരു പക്ഷേ സാർ പറ്റിച്ച ഏതെങ്കിലും ഗേൾ ഫ്രണ്ടോ മറ്റോ ആയിരിക്കും ആത്മാവായി വന്നിരിക്കുന്നതെന്നെല്ലാം അവർ ചിന്തിക്കുന്നുണ്ട്. അതേ കണക്കാണ് സാറിന്റെ ക്ലാസ്സിലെ ഹാനയെ ഇപ്പൊ അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ഹാനയോട് സാറിന് എന്തോ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഹാനയെ അറ്റാക്ക് ചെയ്തതെന്നെല്ലാം ഇവർ മിക്കയോട് പറയുന്നുണ്ട്. അവൾ നോക്കുമ്പോൾ ശരിയാണ്, സാർ കുറച്ച് കൂടുതലായി ഹാനയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങിയ ശേഷമാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ആദ്യം സെൻസാറിന്റെ കൂടെയുള്ള ആ ഒരു ആത്മാവിനെ മാറ്റിയാൽ മാത്രമേ ഹാനയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കൂ എന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു ആത്മാവിനെ പിരിക്കാനായി ഇവർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നുണ്ടെങ്കിലും അത് വർക്കൗട്ട് ആവുന്നില്ല. ഇതിന്റെ ഇടയിൽ ഹാനയുടെ അമ്മയെ വിളിച്ച് മിക്കോ സംസാരിക്കുന്നുണ്ട്. ഹാന ഇപ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഡെലിവറി കഴിഞ്ഞ ഇവരുടെ ടീച്ചറും ഉണ്ടായിരുന്നത്. ടീച്ചർ അവിടെ ഹാനയുടെ കാര്യങ്ങൾ അറിഞ്ഞ് അവളെ കാണാനേ വന്നു. അത് മനസ്സിലാക്കുന്ന മിക്കോ ടീച്ചറുമായി സംസാരിക്കുമ്പോൾ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. ആ ടീമാണ് ടീച്ചർ പറയുന്നത്. ടീച്ചർക്ക് അറിയാവുന്ന ആളാണ് സെൻസാർ. ഇവർ കൊച്ചുനാൾ മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. സെൻസാറിന്റെ അമ്മ ഭയങ്കര പൊസസീവ് ആയ ഒരു ലേഡിയായിരുന്നു. അവരുടെ ഹസ്ബൻഡ് ഭയങ്കര കുടിയനും ഇവരെ ഒന്നും നോക്കാതെ ഇവർ ഒരുപാട് കഷ്ടപ്പെടുത്തിയ ആളായതുകൊണ്ടും തന്റെ മകൻ ഏത് രീതിയിൽ ജീവിക്കണം, അവൻ എങ്ങനെ വളരണം എന്ന ഒരു പേഴ്സ്പെക്റ്റീവ് ആ അമ്മയ്ക്കുണ്ടായിരുന്നു. മകന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവ് ആയിരുന്നു. ഫ്രണ്ട്സ് ആയിട്ട് പോലും മകൻ ആരും ഉള്ളത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ മിക്കോ ആ കാര്യങ്ങൾ അക്കിയോടും യൂറിയോടും പറയുന്നു. അപ്പൊ ആ അമ്മയുടെ ആത്മാവാവ മരണശേഷവും സെൻസാറിനെ പിന്തുടരുന്നത്. സെൻസാർ ആരുമായും അടുക്കാതിരിക്കുക തന്നെ അവർ അങ്ങനെ ചെയ്യുന്നതാവാന്ന് മനസ്സിലാവുന്നു. ആദ്യം ഏതോ ഒരു സ്ത്രീയുടെ ആത്മാവാണ് സെൻസാറിന്റെ പുറകെ കൂടിയിരിക്കുന്നത്, അങ്ങനെ പൊസസീവായി ആ ആത്മാവ് പെരുമാറുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഗേൾ ഫ്രണ്ടിനെ പറ്റിച്ച അങ്ങനെ ആ ഒരു കേസാണ് അവർ കരുതിയത്. പക്ഷെ അതൊന്നും അല്ല, അമ്മയുടെ ആത്മാവാണെന്ന് മനസ്സിലാക്കുന്നവർ അതിനെ എങ്ങനെ ഓടിക്കാമെന്ന് ആലോചിക്കുമ്പോഴാണ് ഇതിനു മുന്നേ ഹാനയുടെ ദേഹത്തുണ്ടായിരുന്ന ആ ഒരു പ്രേതത്തെ ആ ഒരു ആരാധനാലയത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോ അത് മറഞ്ഞുപോയെന്നും പക്ഷെ രണ്ടാമത് ഞാൻ കൊണ്ടുപോയപ്പോ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല, അത് വളരെ പവർഫുൾ ആയിരുന്നു എന്നും മിക്കോ പറയുന്നത്. ആദ്യം കൊണ്ടുപോയത് പകൽ സമയത്തും രണ്ടാമത് കൊണ്ടുപോയത് രാത്രി സമയത്തും ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അത് കേട്ട് അക്കിയോ പറയുന്നുണ്ട്. നമുക്ക് സാറിനെ പകൽ സമയത്ത് ആ ആരാധനാലയത്തിന്റെ അവിടേക്ക് കൊണ്ടുപോകാം, തീർച്ചയായും ആത്മാവ് അവിടെ നിന്ന് പോകുന്നതായിരിക്കും എന്ന് അവർ എന്തായാലും പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സാറിനെ ഇനി ആരാധനാലയത്തിന്റെ അവിടേക്ക് കൊണ്ടുപോകണം. അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് പ്ലാൻ ചെയ്യുമ്പോഴേക്കും മിക്കോ വേഗം തന്നെ ആ ഹോണ്ടഡ് ഹൗസിന്റെ സെറ്റപ്പ് ഇവർ ചെയ്തെടുത്ത് പോയി ചില പ്രശ്നങ്ങൾ വരുത്തുകയും അതിനുശേഷം സാറിന്റെ അടുത്ത് പോയി ചില കാര്യങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട്, ആ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ സാറൊന്ന് എന്റെ കൂടെ വരുമോ എന്ന് ചോദിച്ച് സാറിനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നേരെ ആരാധനാലയത്തിന്റെ അവിടേക്ക് എത്തുമ്പോൾ നമുക്കൊന്ന് അകത്ത് കയറി പ്രാർത്ഥിക്കാൻ നമ്മൾ പറയുന്ന ടീം നമ്മൾ സാധനം വാങ്ങാൻ വന്നതല്ലേ എന്ന് സാറ് ചോദിക്കുന്നുണ്ടെങ്കിലും അല്ല, നമ്മൾ എന്തായാലും ഈ വഴിയല്ലേ പോകുന്നത്, അപ്പൊ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൾ സാറിനെ നിർബന്ധിച്ച് ആരാധനാലയത്തിന്റെ അവിടേക്ക് കൊണ്ടുപോകാനേ നോക്കുമ്പോൾ സാറിന്റെ കൂടെ ഉണ്ടായിരുന്ന അമ്മയുടെ ആത്മാവ് വിടാതെ തടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഒരുവിധം സാറിനെ അകത്തേക്ക് എത്തിക്കാനായി ഇവർക്ക് സാധിക്കുന്നു. അപ്പോഴേക്കും അവിടെ യൂറി ചില റിച്വൽ ചെയ്യാനായി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ പവറിനൊന്നും തന്നെ ഈ ആത്മാവിനെ തടയാൻ സാധിക്കുന്നില്ല. അവൾ മയങ്ങി താഴെ വീഴുമ്പോഴേക്കും ആത്മാവ് മിക്കോയ്ക്ക് മാത്രം കാണാൻ പറ്റുന്ന ആ ഒരു രൂപത്തിൽ നിന്ന് ഇപ്പോൾ സാറിന് കാണാൻ പറ്റുന്ന സാറിന്റെ അമ്മയുടെ രൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഈ ടീം സാറിന് ആ ഒരു കാഴ്ച കണ്ട് ആകെ പേടിയാവുന്നുണ്ട്. മരണപ്പെട്ട തന്റെ അമ്മയെ വീണ്ടും ഇങ്ങനെ കാണുമ്പോൾ സാർ ആകെ എന്ത് പറയണം ചെയ്യണം എന്നറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴേക്കും നീ എന്റെ മകന, ഞാൻ പറയുന്നത് മാത്രം നീ കേൾക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺവിൻസിംഗ് ആയ രീതിയിൽ ആത്മാവ് സാറിനെ വീണ്ടും പൊസസ് ചെയ്യാൻ വേണ്ടി അവിടെ സംസാരിച്ച് നോക്കുന്നുണ്ടെങ്കിലും സാർ അത് അമ്മയുടെ ആത്മാവായതുകൊണ്ട് തന്നെ മനസ്സ് ഡൈവേർട്ട് ചെയ്ത് വീണ്ടും ആ ആത്മാവിന്റെ വലയിലാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന മിക്കോ സാറിൽ നിന്ന് ഈ ഒരു ആത്മാവിനെ ഇപ്പോൾ വേർതിരിച്ചാൽ മാത്രമേ തന്റെ ഹാനയെ ഈ ആത്മാവ് അറ്റാക്ക് ചെയ്തെടുത്ത് നിന്ന് അവളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് സാറിനെ ഡൈവേർട്ട് ചെയ്യാനായി നോക്കുന്നു. തുടർന്ന് ഇത് തന്റെ അമ്മയല്ല, ഇത് ഒരു ആത്മാവാണ് ഇപ്പോൾ എന്ന് സാറിന് ബോധ്യപ്പെടുകയും സാർ അങ്ങനെ മനസ്സിന് ധൈര്യം കൊടുത്ത് നിൽക്കുകയും ചെയ്യുമ്പോഴേക്കും ആ ആത്മാവ് അവിടെ നിന്ന് ആഫ്റ്റർ ലൈഫിലേക്ക് മടങ്ങുകയാണ്.
ഇപ്പോൾ സാറ ആ ഒരു അമ്മയുടെ ആത്മാവിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്ന ഇതേ ടീം തന്നെ അതുമൂലം അറ്റാക്ക് ചെയ്യപ്പെട്ട ഹാനയും അവളുടെ ഹെൽത്ത് ഒക്കെ വീണ്ടെടുക്കുന്നു. അങ്ങനെ ഹാനയെ രക്ഷപ്പെടുത്താൻ സാധിച്ച സന്തോഷത്തിലായിരുന്നു മിക്കോ. അവളാകട്ടെ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതേ കൂട്ടത്തിൽ തന്നെ അവളുടെ അച്ഛനെ പറ്റിയും പറയുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ മിക്കോയ്ക്കും അച്ഛനും ഇടയിൽ ഒരു ചെറിയ വഴക്ക് നടന്നിരുന്നു. ആ ഒരു വഴക്കിന് ശേഷം പുറത്തുപോയ അച്ഛൻ അവിടെ ഒരു ആക്സിഡന്റിൽ മരണപ്പെടുകയായിരുന്നു. ആ ഒരു സങ്കടം ഭയങ്കരമായി അവൾക്കുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് മരണപ്പെട്ട അച്ഛന്റെ ആത്മാവിനെ അവൾക്ക് കാണാനായി സാധിച്ചു. പക്ഷെ കാണുമ്പോഴൊന്നും തന്നെ അവൾ കണ്ടതായി ഭാവിച്ചിരുന്നില്ല. അതിന് കാരണം പേടിച്ചിട്ടൊന്നുമല്ല, മറിച്ച് താൻ കണ്ടതായി ഭാവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ തന്നോട് എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടാണ് ഇപ്പൊ തന്റെ മുന്നിൽ വന്നിരിക്കുന്നതെങ്കിൽ അത് കഴിഞ്ഞ് അച്ഛൻ പോവില്ലേ എന്ന ആ ഒരു അച്ഛനെ നഷ്ടപ്പെടുമോ എന്ന സങ്കടവും പേടിയും കൊണ്ടായിരുന്നു. ഒരു സംഭവത്തിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെ ആത്മാക്കളെ കാണാനുള്ള ആ ഒരു കാര്യം സ്റ്റാർട്ട് ആയതെന്ന് പറയുന്നവൾ. എന്തായാലും അത് ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇപ്പോ ഹാനയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് ആ ഒരു കഴിവുള്ളത് കൊണ്ടല്ലേ എല്ലാം സോൾവ് ചെയ്യാൻ സാധിച്ചത് എന്നൊരു സന്തോഷം അവൾക്കുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം യൂറിയുടെ കൂടെ ഹാനയും മിക്കിയും ഹോണ്ടഡ് ഹൗസിലേക്ക് ചെല്ലുന്നു. അവിടെ കുറെ സെറ്റപ്പ് പ്രേതങ്ങളെയും അതിന്റെ ഇടയിൽ കുറച്ച് ഒറിജിനൽ പ്രേതങ്ങളെയും മീക്കോ കാണുന്നുണ്ടായിരുന്നു. ഇതേ ടൈം തന്നെ അവിടെ അക്കിയോയെയും കാണാം. അക്കിയോ ഇവരെ കണ്ട് എല്ലാം സോൾവ് ആയി ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുമ്പോൾ അതിന് മറുപടി മിക്കോ പറയുന്നുണ്ട്. ഇത് കാണുന്ന ഹാനായിട്ട് നീ ഇതിപ്പോ ആരോടെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് ആക്ച്വലി അക്കിയോയും ഒരു പ്രേതം തന്നെയാണ്, അവനൊരു മനുഷ്യനായിരുന്നില്ല. അവൻ പറഞ്ഞിരുന്നില്ലേ കൾച്ചറൽസിന്റെ അന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നടന്ന ഒരു അപകടവും അതിൽ മരിച്ച കുറച്ച് സ്റ്റുഡൻസിന്റെയും മറ്റുള്ളവരുടെയും കാര്യം, ആ കൂട്ടത്തിൽ മരിച്ച ഒരാളായിരുന്നു അക്കിയോ എന്ന കാര്യം നമുക്ക് റിവീൽ ആവുന്നത്. ആക്ച്വലി ഇതിപ്പോ ഒരു ഗേൾസ് സ്കൂൾ മാത്രമാണ്. ക്ലാസ് റൂം കണ്ടപ്പോഴും അതിലെല്ലാം പെൺകുട്ടികൾ മാത്രമായിരുന്നു സ്റ്റുഡൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്, ആൺകുട്ടികൾ ഉണ്ടായിരുന്നില്ല. കാരണം ആ ഒരു അപകടത്തിന് ശേഷം ഇതൊരു ഗേൾസ് സ്കൂളായി കൺവേർട്ട് ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ അക്കിയോയെ പോലെ അങ്ങിങ്ങ് ചില ആൺകുട്ടികളെ കണ്ടിരുന്നു. അവരൊക്കെ അക്കിയോയെ കണക്ക് തന്നെ അന്ന് മരണപ്പെട്ട ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ ആത്മാക്കളാണ്. എന്തായാലും ഇങ്ങനെ ഒരു കുഞ്ഞു ട്വിസ്റ്റും കൂടി കാട്ടിക്കൊണ്ടാണ് ഈ ഒരു രസകരമായ സ്കൂൾ ഹൊറർ ചിത്രം ഇവിടെ അവസാനിക്കുന്നത്. കൂട്ടുകാർക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയ രസകരമായ പല കഥകളുമായി കണ്ടുമുട്ടാം. ബൈ.